ദൈവനാം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അഥവാ സുഭാഷിതങ്ങൾ, അധ്യായം 20, 30 തിരുവചനം. ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ ഉപയോഗിച്ച് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സദൃശവാക്യങ്ങൾ 20-30 നോമ്പിൻ്റെ അഥവാ ഉപവാസത്തിൻ്റെ അനന്തരഫലമാണ് നാം കാണുന്നത്. നോമ്പ് അഥവാ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങൾ വർജിക്കുക സ്വാഭാവികമാണല്ലോ. അത് മുഖാന്തരം ലഭിക്കുന്ന ഗുണഗണങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷണപാനീയങ്ങൾ വർജിക്കുന്നത് ഉദരത്തെ സംബന്ധിച്ചിടത്തോളം, ഉദരത്തിൻ്റെ അറകളെ സംബന്ധിച്ചിടത്തോളം തല്ല് അഥവാ അടിയാണ്, അത് വേദനയാണ്, അത് വിശപ്പായി, അത് ഉപവസിക്കുന്ന മനുഷ്യന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പ്രയാസം തന്നെയാണ്. ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ചില ദിവസങ്ങൾ അഥവാ ചില മണിക്കൂറുകൾ ഉപവസിക്കുവാൻ തീരുമാനിക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ ഉദരത്തിൻ്റെ അറകൾ അധികം ഭക്ഷണം ആവശ്യപ്പെടും. അധികം ഭൗതിക ഭക്ഷണം അഥവാ ആഹാരം, ഊർജം ഒക്കെ ആവശ്യപ്പെടും. അത് നൽകാതിരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ അതിജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഉപവാസത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്രകാരം ഉദരം അഥവാ നമ്മുടെ വയറ്, അതിൻ്റെ അറകൾ, അതുയർത്തുന്ന വെല്ലുവിളികൾ, ഭക്ഷണത്തിനായിട്ടുള്ള ആർത്തി, വിശപ്പ്, ദാഹം, ഇതൊക്കെ അതിജീവിക്കുവാൻ ഉപവാസ ദിനങ്ങളിൽ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഉപവാസത്തിൻ്റെ പൂർണ്ണമായ അനന്തരഫലം നമുക്ക് ലഭിക്കുകയില്ല. ഉദരത്തിൻ്റെ അറകളിലേക്ക് നാം അയക്കുന്ന തല്ലും അടിയുമാണ് നോമ്പ് എന്ന് നാം ഈ വചനത്തിലൂടെ കാണുകയാണ്. അത് ദോഷത്തെ അഥവാ പാപത്തെ അടിച്ചു വാരിക്കളയുന്നു. സത്യത്തിൽ ഉപവാസത്തിലൂടെ അഥവാ നോമ്പിലൂടെ ലഭിക്കുന്ന പ്രതിഫലം ശുദ്ധീകരണമാണ്. നമ്മുടെ ഭവനത്തെ അടിച്ചു വാരി വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ ദേഹാത്മാവിനെ ശുദ്ധീകരിക്കുന്ന അനുഭവം. ദോഷത്തെ, പാപത്തെ, അതിക്രമത്തെ, ലംഘനങ്ങളെ അടിച്ചു വാരിക്കളയുന്ന അനുഭവം, സമ്പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെടുന്ന അനുഭവം, സമർപ്പിക്കുന്ന അനുഭവം. അതിലൂടെയാണ് നോമ്പിൻ്റെ ഫലം നമുക്ക് ലഭിക്കുവാനിടയാകുന്നു.
യഥാർത്ഥമായ ഉപവാസം അനുഷ്ഠിക്കുവാൻ ദേഹം ദേഹിയെ ജയിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ആരാധിച്ചിടും ഞാൻ ആത്മാവിലവനെ ഏതേതു നേരത്തിലും. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ